അന്ന ഭാഗം 3. മാളിയേക്കൽ കൺസ്ട്രക്ഷൻസിൽ ജോയിൻ ചെയ്യേണ്ട ദിവസമാണ് നാളെ. അന്നയുടെ ജീവിതത്തിലെ മറ്റൊരധ്യായത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ദിനം. മനസ്സിനെ അലട്ടിയ പലതരം ചിന്തകളെ മറികടന്നുകൊണ്ട് അന്ന നിദ്ര പുൽകി പ്രതീക്ഷയുടെ മറ്റൊരു പുലരിക്ക് വേണ്ടി. മാളിയേക്കൽ ഗ്രൂപ്പിൻ്റെ പടുകൂറ്റൻ ഓഫീസ് കവാടത്തിന് മുന്നിലേക്ക് അന്ന ഓട്ടോയിൽ നിന്നും ഇറങ്ങി. ഒരു സാധാരണ കോട്ടൺ സാരിയായിരുന്നു അവൾ ധരിച്ചിരുന്നത്. കാറ്റിൽ അലസമായി പറന്നുലയുന്ന ചെമ്പൻ മുടിയിഴകളെ ഇരുവശങ്ങളിലായി ഒതുക്കി വെച്ചുകൊണ്ട് അവൾ ഗേറ്റിനരികിലേക്ക് നടന്നെടുത്തു. ഏക്കർ കണക്കോളം പരന്നു കിടക്കുന്ന സ്ഥലത്ത് വ്യാപിച്ചു നിൽക്കുന്ന പടുകൂറ്റൻ ബഹുനില കെട്ടിടങ്ങളിലേക്ക് അവൾ കണ്ണോടിച്ചു. ഇതിലെവിടേക്കാണ് പോകേണ്ടതെന്ന് ഒരു നിമിഷം അന്ന ചിന്തിച്ചു നിന്നതിന് ശേഷം കുറച്ചകലെയുള്ള സെക്യൂരിറ്റി പോസ്റ്റിന് സമീപത്തേക്ക് നടന്നു. ചേട്ടാ, ഇതിൽ ഈ കൺസ്ട്രക്ഷൻ ഡിവിഷൻ എവിടെയാ? മോളെ, ആ കാണുന്ന കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റിസപ്ഷനിൽ ചോദിച്ചാൽ മോൾക്ക് പോകേണ്ട സ്ഥലം അവർ പറഞ്ഞു തരും. നന്ദി സൂചകമായി ഒന്ന് പുഞ്ചിരിച്ച് അവൾ സെക്യൂരിറ്റി പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് നടന്നു. റിസപ്ഷൻ കൗണ്ടറിൻ്റെ അരികിലേക്ക് അന്ന നടന്നെടുത്തു. ഇവിടെ നിന്നും ഒരു ജോബ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയിരുന്നു. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ. ഓ, സെക്കൻഡ് ഫ്ലോർ ലെഫ്റ്റ് സൈഡാണ് കോർപ്പറേറ്റ് മാനേജറുടെ ക്യാബിൻ. അവിടേക്ക് ചെന്നോളൂ. ആ, ഓക്കെ, താങ്ക് യു. പുഞ്ചിരിച്ചുകൊണ്ട് അന്ന മുകളിലേക്കുള്ള പടികൾ കയറി. മനസ്സിലാകെ ഒരു പരിഭ്രമമായിരുന്നു അവൾക്ക്. ഇതുപോലൊരു പുതിയ സ്ഥലം, പുതിയ ആളുകൾ, എങ്ങനെയും പിടിച്ചു നിന്നേ മതിയാവൂ. ഈ ജോലി എൻ്റെ ജീവിതത്തിലൊരു പിടിവള്ളിയാണ്. ഈ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ച കഠിനതകളെക്കുറിച്ച് ഓർത്താൽ അത്രത്തോളമൊന്നും വരില്ലല്ലോ. എനിക്കിതിന് സാധിക്കും. അവൾ സ്വയം ആത്മവിശ്വാസം കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ദൂരെ നിന്ന് തന്നെ ക്യാബിന് വെളിയിലായുള്ള നെയിം ബോർഡുകളിൽ അവൾ കണ്ണുകൾ കൊണ്ട് പരതി. ലോകേഷ് നാഥ്, കോർപ്പറേറ്റ് മാനേജർ. മേ കമിൻ സർ? ക്യാബിന് പുറത്തു നിന്നുകൊണ്ട് അവൾ അനുവാദം ചോദിച്ചു. ആ, യെസ് കമിൻ. വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി. 35ഓളം വയസ്സ് പ്രായം വരുന്ന ഒരാൾ ഫ്രഞ്ച് സ്റ്റൈലിൽ താടിയും വീതി കൂടിയ കണ്ണടയും ഗൗരവം നിറഞ്ഞ മുഖവുമൊക്കെയായി മുന്നിലുള്ള കമ്പ്യൂട്ടറിലേക്ക് നോക്കി എന്തൊക്കെയോ ചെക്ക് ചെയ്യുകയാണ്. സർ, ഗുഡ് മോർണിംഗ്. ലോകേഷ് മുഖമുയർത്തി തിരിച്ച് വിഷ് ചെയ്തിട്ട് ആരാണെന്ന ഭാവത്തിൽ സംശയത്തോടെ അന്നയിലേക്ക് നോക്കി. ടേക്ക് യുവർ സീറ്റ്. മുന്നിലുള്ള കസേരയിലേക്ക് ചൂണ്ടി അവളോട് പറഞ്ഞു. അവൾ അയാൾക്ക് മുന്നിൽ ഇട്ടിരുന്ന കസേരയിലേക്ക് ഇരുന്നു. സർ, ഞാൻ അന്ന. ഇവിടെ നിന്നും ജൂനിയർ ഡിസൈൻ എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയിരുന്നു. അന്ന കയ്യിലിരുന്ന ലെറ്റർ നിവർത്തി അദ്ദേഹത്തിൻ്റെ നേരെ നീട്ടി. അയാൾ ഒരു നിമിഷം അന്ന കൊടുത്ത പേപ്പർ വാങ്ങി വായിച്ചു. അയാൾ അന്നയുടെ നേർക്ക് മുഖമുയർത്തി. വെൽക്കം ടു മാളിയേക്കൽ ഗ്രൂപ്പ്. ചുണ്ടിൽ നേർത്ത പുഞ്ചിരിയുമായി അദ്ദേഹം അവളോട് പറഞ്ഞു. ഉടൻ തന്നെ തൊട്ടടുത്തായിരുന്ന ഫോണിൽ നിന്നും അയാൾ ആരെയോ വിളിച്ചു. അടുത്ത നിമിഷം തന്നെ ഡോർ തുറന്ന് ചുണ്ടിൽ പുഞ്ചിരി നിറച്ച് കണ്ടാൽ ശരിക്കും മോഡേണായ ഒരു പെൺകുട്ടി കടന്നു വന്നു. അന്ന, ഇത് ഡയാന, തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയറാണ്. ലോകേഷിൻ്റെ വാക്കുകൾ കേട്ട് അന്ന ഡയാനക്ക് പുഞ്ചിരിയോടെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ 6 മാസം ട്രെയിനി ആയിട്ടായിരിക്കും അന്നയ്ക്ക് ജോലി ചെയ്യേണ്ടി വരിക. അതിനുശേഷം മാത്രമേ മാളിയേക്കൽ കൺസ്ട്രക്ഷൻസിൽ സ്ഥിര നിയമനം ഉണ്ടാകൂ. ലോകേഷ് അന്നയോടായി പറഞ്ഞു. ആ, ഓക്കെ സർ, താങ്ക് യു. ആത്മവിശ്വാസത്തോടെ അവൾ മറുപടി നൽകി. ഡയാനയായിരിക്കും അന്നയെ ലീഡ് ചെയ്യുക. തുടർന്നുള്ള ലോകേഷിൻ്റെ നിർദ്ദേശങ്ങൾക്ക് ശേഷം അവൾ ഡയാനക്കൊപ്പം പുറത്തേക്കിറങ്ങി. ഡയാന അവളെ സ്വയം പരിചയപ്പെടുത്തി. പുറമേ കാണുന്നത് പോലെ സീനിയറാണെന്ന ഭാവം തീരെ ഇല്ലാത്ത, ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ് ഡയാന. അങ്ങനെ അവൾക്ക് തോന്നി. കുറച്ചു നേരം ഡയാന അവൾക്ക് മറ്റ് ഇൻഫർമേഷൻ എല്ലാം പറഞ്ഞു കൊടുത്തു. അവർക്കൊപ്പം തൻ്റെ ടേബിളിനരികിലേക്ക് നടന്നു. ആദ്യത്തെ ദിവസമായതുകൊണ്ട് അധികം വർക്കൊന്നുമില്ലായിരുന്നു. ഓഫീസിലെ മറ്റ് സ്റ്റാഫുകളെയൊക്കെ ഡയാന അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. പലരും അന്നയുടെ ശരീര സൗന്ദര്യത്തെ കണ്ണുകൾ കൊണ്ട് ചൂഴ്ന്നെടുത്തു. പൂവാല ശല്യത്തിന് ഇവിടെയും കുറവില്ലെന്ന് അവൾക്ക് തോന്നി. വിവാഹിതയാണോ, കുട്ടികളുണ്ടോ എന്ന പലരുടെയും ചോദ്യോത്തരങ്ങളിൽ നിന്നും അവൾ എന്തൊക്കെയോ പറഞ്ഞ് തടിതപ്പി. പെട്ടെന്ന് തന്നെ ഓഫീസിലെ ചുറ്റുപാടുകളോട് പൊരുത്തപ്പെടാൻ അവൾക്ക് സാധിച്ചു. ക്യാൻറ്റീനിൽ നിന്ന് ഡയാനയോടൊപ്പം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. തുടക്കക്കാരിയുടെ ഒറ്റപ്പെടലിൽ ഡയാനയുടെ സാമീപ്യം
അന്നയ്ക്ക് ആശ്വാസം നൽകി. വളരെ പെട്ടെന്ന് തന്നെ അവരടുത്ത സുഹൃത്തുക്കളായി മാറിയിരുന്നു. ഡയാന പഠിച്ചതും വളർന്നതുമൊക്കെ വിദേശത്തായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടില്ല. ഫാമിലിയൊക്കെ ഇപ്പോഴും വിദേശത്താണ്. ഇവിടെ അവൾ അവളുടെ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും കൂടെയാണ് താമസിക്കുന്നത്. ഓഫീസിലിരിക്കുമ്പോഴും അന്നയുടെ മനസ്സ് മിന്നുമോൾക്കൊപ്പമായിരുന്നു. പക്ഷെ മുന്നോട്ടുള്ള ജീവിതം, മിന്നുമോളുടെ ചികിത്സ, എല്ലാത്തിനും വേണ്ടി ദൈവം കാണിച്ചു തന്നൊരു പോംവഴിയായിരിക്കും ഈ ജോലി. ഓരോന്നാലോചിച്ച് സമയം പോയതറിഞ്ഞില്ല. വൈകുന്നേരം ഡയാനയെ കണ്ട് യാത്ര പറഞ്ഞു. അവളുടെ വണ്ടിയിൽ ബസ് സ്റ്റോപ്പ് വരെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് അന്ന സ്നേഹത്തോടെ നിരസിച്ചു. അവൾ ഓഫീസിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് നടന്നു. ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുമൂടി. മഴത്തുള്ളികൾ അവരുടെ ലക്ഷ്യസ്ഥാനമായ ഭൂമിയിലേക്ക് പതിക്കാനായി കാർമേഘ വിടവുകളിലൂടെ പുറത്തേക്ക് നോക്കി. അന്ന വേഗത്തിൽ ചുവടുകൾ വെച്ചു. പ്രധാന കവാടം ലക്ഷ്യമാക്കി ശരവേഗത്തിൽ പുറത്തേക്ക് പോകുന്ന ബെൻസ് കാറിലേക്ക് അവളുടെ ശ്രദ്ധ തിരിഞ്ഞു. ഡ്രൈവർ സീറ്റിലേക്ക് നോക്കി സെക്യൂരിറ്റി വിനയപൂർവ്വം സല്യൂട്ട് ചെയ്യുന്നുണ്ട്. കാറിൻ്റെ സൈഡ് മിററിലൂടെ തൻ്റെ കണ്ണുകളിൽ ഉടക്കിയ ആ മുഖം അന്നയുടെ കണ്ണുകളിൽ ഞെട്ടലുളവാക്കി. പൊടുന്നനെ വലിയൊരു പേമാരിക്ക് തയ്യാറായി നിൽക്കുന്ന ആകാശത്ത് ശക്തമായ ഇടിയോടുകൂടി മിന്നൽ പിളർപ്പുകൾ രൂപപ്പെട്ടു. അവളുടെ ചുവടുകൾ നിശ്ചലമായി. ആ വെള്ളാരം കണ്ണുകൾ ഫെലിക്സ് മാമൻ. അന്നയുടെ നെഞ്ചിൽ തകർത്തു പെയ്യാൻ തുടങ്ങിയ സങ്കടങ്ങൾക്കൊപ്പം പുറത്ത് മഴയും ആർത്തിരച്ച് പെയ്യാൻ ആരംഭിച്ചു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.